ഇന്ന് നടന്ന രണ്ട് സംഭവങ്ങൾ അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കൊടുങ്ങല്ലൂർ കാവിൽ പോയിട്ട് ഞാൻ അവിടെ ഭക്തനായിട്ട് പോയതല്ല, രഹസ്യാറ തപ്പിപ്പോയതാണ് എന്നും കൊടുങ്ങല്ലൂർ പോയാൽ ഭക്തൻ എന്നാണോ അർത്ഥമെന്നും മസിൽ പിടിക്കുന്ന ഹിന്ദുനാമധാരിയായ പി ജയരാജൻ. രണ്ടാമത്തെ ആൾ ടി.കെ. ഹംസ. കൊടുങ്ങല്ലൂർ കാവിൽ പോയതുകൊണ്ട് ഞാനൊരു ഭക്തനായി മാറിയെന്നോ ആരാധനാലയങ്ങളെ മാറ്റി നിർത്തിയാലേ ഈ നാടിന്റെ സാമൂഹ്യ ചരിത്രം പഠിക്കാൻ കഴിയൂ എന്നോ ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവരോട് സഹതാപമേ ഉള്ളൂ. ഇനിയും നമുക്ക് പൊതു ഇടങ്ങളിലും ആരാധനാലയങ്ങളിലും ചരിത്ര സ്മാരകങ്ങളിലും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ ജയരാജൻ ടി.കെ. ഹംസയെ ഒന്നറിയണം. എന്തായാലും ജയരാജൻ പറഞ്ഞത് അതേ ഒരു പുസ്തകം എഴുതുകയാണ്. ആ പുസ്തകം ഒരു മാസത്തിനകം പുറത്തു വരുമെന്നൊക്കെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആ പുസ്തകം ഉടൻ തന്നെ വായിക്കാം. നമ്മൾ കാര്യത്തിലേക്ക് ഇനിയാണ് വരിക. ഒരു ഹിന്ദു CPM അല്ലെങ്കിൽ ഒരു CPI കാരൻ അദ്ദേഹം പഞ്ചായത്ത് ലെവൽ നേതാവായാൽ പിന്നെ അവർക്ക് ദൈവം വേണ്ട, ഹിന്ദു സമുദായവും വേണ്ട. മഹാഭാരതം, രാമായണം എന്നീ പുണ്യഗ്രന്ഥങ്ങളോട് പുഷ്ടമായിരിക്കും. അമ്പലത്തിൽ പോകില്ല, നെറ്റിയിൽ ചന്ദനം തൊടില്ല, ജനിപ്പിച്ചു വിട്ട തന്തയെ വരെ തള്ളിപ്പറയും. അതാണ് മതേതരത്വം എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളും. പക്ഷെ മുസ്ലിങ്ങൾ അവിടെ വ്യത്യസ്തരാണ്. ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതം വിട്ട് അവർക്കൊരു കളിയില്ല. മുസ്ലിം സഹോദരങ്ങളോട് ബഹുമാനം തോന്നുകയാണ്. എന്നാൽ എൻ്റെ ഹിന്ദു സഹോദരന്മാരെ കുറിച്ചോർത്ത് പുച്ഛവും തോന്നുന്നു. എന്തായാലും ഈ രണ്ട് സംഭവം ടി.കെ. ഹംസയെ കുറിച്ച് ഞാൻ വിശദമാക്കിയില്ല. ഞാൻ പറഞ്ഞത് ജയരാജൻ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ടി.കെ. ഹംസ എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ടി.കെ. ഹംസയെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഭാസ്കരൻ നായർ അജയൻ എന്ന മുൻ സൈനികൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് വായിച്ചപ്പോഴാണ് ഇത് രണ്ടും കൂടി കമ്പാരിസൺ നടത്താനുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലൂടെ കടന്നതും അങ്ങനെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ രണ്ട് സംഭവങ്ങൾ അവതരിപ്പിക്കാം എന്ന് നിശ്ചയിച്ചതും. എന്തായാലും അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് കൂടി വായിക്കാം. അപ്പോൾ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ പിടികിട്ടും. നീയൊക്കെ ഇത്രയ്ക്ക് മരമണ്ടന്മാരായിപ്പോയല്ലോടാ ഹിന്ദു CPM CPI കാരെ. കുറച്ചു മുൻപ് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം സഖാവ് ടി.കെ. ഹംസയുടെ ബൈറ്റ് എടുക്കാനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. സഖാവ് ടി.കെ. ഹംസ അറിയപ്പെടുന്ന CPM നേതാവാണ്. മുൻ മന്ത്രി, MP, കൂടാതെ ജില്ലാ കമ്മിറ്റി അംഗം, മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ ശക്തനായ നേതാവ്, നിലവിൽ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവുമാണ്. ഇങ്ങനെയൊക്കെയുള്ള സഖാവ് ടി.കെ. ഹംസ നിൽക്കുന്നതിന്റെ പിറകിൽ കുറച്ച് പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതിലെ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഖുറാൻ സമ്പൂർണ്ണ പരിഭാഷ. കണ്ടോ? സ്വന്തം മതഗ്രന്ഥവും അതിന്റെ പരിഭാഷയും കണ്ണിലെ കൃഷ്ണമണിയെ പോലെ സംരക്ഷിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും കൂടാതെ ആത്മാഭിമാനത്തോടെ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് അവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്നു, താങ്ക് യു സർ, സല്യൂട്ട്. 2 ദിവസങ്ങൾക്ക് മുൻപ് MA ആരിഫ്, ശ്രീ അഹമ്മദ് ദേവർകോവിൽ എന്നിവർ ശ്രീ വെള്ളാപ്പള്ളിയുടെ മുസ്ലിം ലീഗ് വർഗീയവാദിയാണ് എന്ന പരാമർശം മുസ്ലിം സമുദായത്തിനാകെ അവമതിപ്പുണ്ടാക്കി എന്ന് പറഞ്ഞു. ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ഒരു ഹിന്ദു CPM അല്ലെങ്കിൽ CPI കാരൻ പഞ്ചായത്ത് ലെവൽ നേതാവായാൽ അവന് ദൈവം വേണ്ട, ഹിന്ദു സമുദായം വേണ്ട, മഹാഭാരതവും രാമായണവും ഈ പുസ്തകമൊക്കെ കണ്ണിന് കണ്ടുകൂടാ, അമ്പലത്തിൽ പോകില്ല, നെറ്റിയിൽ ചന്ദനം തൊടില്ല, അച്ഛനെ വരെ തള്ളിപ്പറയും. അതാണ് മതേതരത്വം എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളും. എന്നിട്ട് അതേ കാഡറിൽ പ്രവർത്തിക്കുന്ന മുസ്ലിമിന് 5 നേരം നിസ്കരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കും. സ്വന്തം പെൺമക്കളെ കൂട്ടിക്കൊടുത്തിട്ട് മതേതരത്വം പുലമ്പും എന്നും അദ്ദേഹം കുറിച്ചിരിക്കുന്നു. 1992 ഡിസംബർ 12 മറ്റോ ആണ് സ്ഥലം ഫൈസാബാദ്. ആ സ്ഥലം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അത് അയോധ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഞാനന്ന് IS ഡ്യൂട്ടിയിൽ. അതെ, ലോകരക്ഷകനായ ശ്രീരാമന്റെ വിഗ്രഹത്തിനരികിൽ ടാർപ്പാളിൻ കെട്ടിമറച്ച് വെച്ചിരിക്കുന്നു. അതിന് 10 ദിവസങ്ങൾക്ക് മുൻപാണ് ബാബറി പള്ളി തകർത്തത്. ആ സ്ഥലത്തിന്റെ അരികിലായിട്ടാണ് ഭഗവാന്റെ മൂർത്തി എടുത്തു വെച്ചിരിക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അറിയിപ്പ് വന്നു, അന്ന് കുറച്ച് പാർലമെന്റ് അംഗങ്ങൾ വിവാദ സ്ഥലം സന്ദർശിക്കാൻ വരുന്നുണ്ടെന്ന്. അവിടം 3 ലെയർ സംരക്ഷ സംവിധാനമാണ്. ആദ്യത്തേത് UP പോലീസ്, പിന്നെ CRPF, അവസാനം ആർമി. ഞങ്ങൾ വെറും 28 ദിവസമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് 12:15 പാർലമെന്റ് സംഘം രാമജന്മഭൂമിയിൽ എത്തിച്ചേർന്നു. അതിനു മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഡിസംബർ 2 ബാബറി മസ്ജിദ് കർസേവകർ പൊളിച്ചു മാറ്റിയതിനെതിരെ CPM അംഗങ്ങളാണ് അന്നത്തെ PM നരസിംഹറാവുവിനെ നിർത്തിപ്പൊരിച്ചത്. ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയതും അവരാണ്. ഒരു ഘട്ടത്തിൽ CPM എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മുസ്ലിം ആണോ എന്ന് പോലും അന്ന് ഭാരതീയർ ഇവരെ പറ്റി ചിന്തിച്ചു പോയിട്ടുണ്ടത്രേ. അത്രയ്ക്കാണ് ഹിന്ദുവിനെ കുറിച്ചും ശ്രീരാമനെ കുറിച്ചുമുള്ള അപഖ്യാതി ഇവർ പറഞ്ഞു പരത്തിയത്. സംഘത്തിൽ 10 പേർ ഉണ്ടായിരുന്നു. അതിൽ 2 സ്ത്രീകളും. ആ 2 വനിതാ പാർലമെന്റ് മെമ്പർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇരുവരും മലയാളികളാണ്. ഒരാൾ സുഭാഷിണി അലി, UP കാൺപൂരിൽ നിന്നുള്ള CPM ലോക്സഭാ അംഗമായിരുന്നു. മറ്റേ ശ്രീമതി സുശീല ഗോപാലൻ, ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നും, അതായത് ഇപ്പോഴത്തെ ആറ്റിങ്ങൽ, അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ്. സഖാവ് AK ഗോപാലന്റെ ഭാര്യ. തർക്കസ്ഥലം നോക്കി കണ്ടു. എന്നിട്ട് ശ്രീരാമന്റെ മൂർത്തി ഇരിക്കുന്ന ടെന്റിലേക്ക് ഇരുവരും വന്നു. ടാർപ്പാളിൻ പകുതി തുറന്നു. ഭഗവാന്റെ രൂപം ദൃശ്യമായി. ഇനിയാണ് ആ അത്ഭുതം നടന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനത് കണ്ടു. ഈ 2 വനിതാ MP മാരും ചാടി അകത്ത് കയറി ഭഗവാന്റെ മുന്നിൽ കമിഴ്ന്നു കിടന്ന് ഏങ്ങി കരഞ്ഞു. എന്നിട്ട് 100 രൂപ വീതം ദക്ഷിണ വെച്ചു. എന്റെ കൂടെയുള്ള ബീഹാറി ഉദ്യോഗസ്ഥൻ ആരതി ഒഴിഞ്ഞു.
പ്രസാദവും കൊടുത്തു. ഒരുപാട് നേരം ഇരുവരും തൊഴുതു നിന്നു. കരഞ്ഞതിനു ശേഷം അവിടം വിട്ടു. 1992 ഏപ്രിൽ 8 ഡെലിഗേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ടു അയോധ്യ എന്ന വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, പ്രിയ CPM-കാരെ ഓർക്കുക, പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഡരേ ശയനം, ഇഹ സംസാരേ ഖലുതുസ്താരെ കൃപയാ പാരെ പാഹിമുരാരെ. ഭൂമിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ പറ്റും. എന്നാൽ അത് സഖാവ് സുശീല ഗോപാലനും ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മകളായ സഖാവ് സുഭാഷിണി അലിക്കും നല്ലവണ്ണം അറിയാം. ഒന്നും പറയാനില്ല. ഇങ്ങനെയാണ് അത് അവസാനിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്, പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് ഹിന്ദു നാമധാരികൾ ഒളിച്ചും പാത്തുമാണ് ഭഗവാനെ കാണുന്നതും ഭഗവാനോട് സംസാരിക്കുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും. എന്നിട്ട് അവർ ജയരാജൻ തപ്പിപ്പോയതുപോലെ രഹസ്യറ തപ്പിപ്പോയതാണ് എന്നുള്ള ന്യായീകരണങ്ങളും ഇറക്കും. പക്ഷേ എന്നാൽ അതൊന്നുമില്ലാതെ സ്വന്തം മതത്തെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരോട് അഭിമാനം തോന്നുന്നു, അവരോട് ആദരവ് തോന്നുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ന്യൂസ് ഡെസ്ക് കർമാസ്.